ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവിടെ നയിക്കുമാറാകട്ടെ. ഭക്ഷണം അകത്തേക്ക് എടുക്കണമെങ്കിൽ ശരിയായ വിശപ്പുണ്ടാകണമെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. എന്താണ് ശരിയായ വിശപ്പും കപടമായ വിശപ്പും എന്നുള്ളതാണ്. അങ്ങനെ ശരിയായ വിശപ്പോടുകൂടി നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നടക്കേണ്ടത് ദഹനമാണ്. അപ്പൊ ദഹന പ്രക്രിയയുടെ ഒരു പ്രാഥമിക രൂപം, ദഹനത്തിനൊരു ക്രമമുണ്ട്. ആ പ്രാഥമിക രൂപം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. Digestion chronologically works in 3 stages: reception, absorption and elimination. ദഹനം ശരീരം അർത്ഥിക്കുന്ന പരിസര ഘടകങ്ങളെ ശരീരധർമ്മത്തിലൂടെ സമ്പൂർണമായി കടത്തിവിടുന്ന ശാരീരിക പ്രക്രിയയാണ് ദഹനം. ശരീരത്തിന്റെ ധർമ്മത്തിനായുള്ള ജീവചൈതന്യം ഏറ്റവും കൂടുതൽ വിനിയോഗിക്കപ്പെടുന്ന പ്രക്രിയയാണിത്. ദഹനം എന്നത് കേവലം ഭക്ഷണം ജീർണിപ്പിക്കുന്ന പ്രക്രിയയല്ല, മറിച്ച് തികച്ചും അന്യമായിരുന്ന പരിസര ഘടകങ്ങളെ ശരീരത്തിലേക്ക് സ്വീകരിക്കുകയും അതിൽ നിന്നും ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളെ സ്വാംശീകരിക്കുകയും ബാക്കി വരുന്നതിനോടൊപ്പം ശരീരമാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുക എന്നതാണ് ദഹനത്തിന്റെ മൊത്തം പ്രവർത്തനം. ഒരു ഭക്ഷ്യവസ്തു ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ 3 ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ആ പ്രവാഹ പ്രക്രിയ പൂർണ്ണമാകുക. അവയിൽ ആദ്യഘട്ടങ്ങളിൽ ചെലവാകുന്ന ജീവചൈതന്യത്തിന്റെയും സമയത്തിന്റെയും പകുതി വീതമാണ് തുടർന്നുള്ള 2 ഘട്ടങ്ങളിലും ദഹന വ്യവസ്ഥ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഭക്ഷ്യം ശരീരത്തിനകത്തേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായുള്ള ജീവചൈതന്യത്തിന്റെ ഊർജം ദഹന വ്യവസ്ഥയിലൂടെ ആദ്യഘട്ടം മുതൽ വിനിയോഗിക്കുകയും തുടർന്നുള്ള ഘട്ടങ്ങൾ മന്ദമാകുകയും ചെയ്യും. ഇതിനെ ശരീരത്തിന്റെ ദഹനക്രമ നിയമം എന്ന് വിളിക്കുന്നു. ഈ ദഹനക്രമത്തെ നിലനിർത്തുന്ന ശരീരത്തിലാണ് ആരോഗ്യം സുസ്ഥിരമായിരിക്കുക. അതായത് ഒരു പുതിയ ഭക്ഷ്യം ദഹന വ്യവസ്ഥയിലൂടെ പ്രവഹിച്ച് കഴിയുന്നതുവരെ ഇതര ഭക്ഷ്യങ്ങൾ നൽകാതെ ശ്രദ്ധിക്കുക എന്നതാണ് ആരോഗ്യത്തെ നിലനിർത്താനായി നാം ചെയ്യേണ്ടത്. അപ്പോ ആരോഗ്യത്തെ ദഹനം എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് മാത്രമാണ് ആരോഗ്യത്തെ നിലനിർത്താനുള്ള വഴി എന്നല്ല നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദഹനം എന്നുള്ള കോണ്ടെക്സ്റ്റിൽ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോ ദഹനം എന്ന് പറയുമ്പോൾ ദഹിക്കുക, കത്തിക്കുക എന്നുള്ള ഒരു അർത്ഥം അതിനുണ്ടല്ലോ. കത്തിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കത്തിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഭക്ഷണത്തെ ജീർണിപ്പിക്കുക എന്നതാണ് ദഹനം എന്ന രീതിയിൽ സാധാരണ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അതിനു മുമ്പോ ശേഷമുള്ളത് ദഹന പ്രക്രിയയുടെ ഭാഗമല്ല എന്ന മൗനപൂർവമായിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ട്. ഇവിടെ അതങ്ങനെയല്ല എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ശരീരമർദ്ദിക്കുന്ന പരിസര ഘടകങ്ങളെ ശരീരധർമ്മത്തിലൂടെ സമ്പൂർണമായി കടത്തിവിടുന്ന ശാരീരിക പ്രക്രിയയാണ് ദഹനം. അതായത് ശരീരത്തിന് പാരിസ്ഥിതിക ഘടകങ്ങളെ ആവശ്യമുണ്ട്. അത് ശരീരത്തിന്റെ ധർമ്മത്തിലൂടെ സമ്പൂർണമായി കടത്തിവിടുന്നത് എന്നുവെച്ചാൽ ഇവിടെ വന്ന് ഒരു പ്രോസസ് ചെയ്യുന്ന മാത്രമല്ല, സമ്പൂർണമായി കടത്തിവിടുന്ന ശാരീരിക പ്രക്രിയയാണ് ദഹനം. ശരീരത്തിന്റെ ധർമ്മത്തിനായുള്ള ജീവചൈതന്യം ഏറ്റവും കൂടുതൽ വിനിയോഗിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. നമ്മുടെ പൊതുധാരണ എന്ന് വെച്ചാൽ ദഹനമാണ് ശരീരത്തിന് ഊർജം തരുന്നത് എന്നാണ്. അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമുക്ക് ഊർജം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്. ദഹനത്തിനാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ചെലവാക്കപ്പെടുന്നത് എന്നുള്ളതാണ്. വേറെ 2 കാര്യങ്ങളുണ്ട്. ചിന്ത, ലൈംഗികത ഈ തുടങ്ങിയ കാര്യങ്ങൾക്കും ഊർജം വല്ലാതെ വിനിയോഗിക്കപ്പെടുന്നത്. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ ദഹനമാണ് ഏറ്റവും കൂടുതൽ ഊർജം ചെലവാക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഇവിടെ ദഹനം എന്നത് കേവലം ഭക്ഷണം ജീർണിപ്പിക്കുന്ന പ്രക്രിയ അല്ല, മറിച്ച് തികച്ചും അന്യമായിരിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നതും അതിൽ നിന്നും ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളെ സ്വാംശീകരിക്കുന്നതും ബാക്കി വരുന്നതിനോടൊപ്പം ശരീരമാലിന്യങ്ങളെ പുറന്തള്ളുകയും ചെയ്യുക എന്ന ദഹനത്തിന്റെ മൊത്തം പ്രവർത്തനം. അപ്പോ ശരീരത്തിന് എന്താണോ വേണ്ടതിന് പരിസരത്തേക്ക് അർത്ഥിക്കുന്നു ആദ്യം. അപ്പൊ വിശപ്പിലാണ് തുടങ്ങുന്നത്. ദഹനം എന്നുള്ള പ്രക്രിയ തുടങ്ങുന്നത് പോലും വിശപ്പിലാണ്. ആ വിശപ്പിൽ നിന്നും ഇതൊക്കെ അർത്ഥന പോകുന്നു. അർത്ഥനയ്ക്ക് പരിസ്ഥിതി അല്ലെ പ്രകൃതി റെസ്പോണ്ട് ചെയ്യുന്നു. ആ ഭക്ഷ്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു.
സ്വീകരിക്കുന്നതിനനുസരിച്ച് ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സ്വീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് ആ ശരീരത്തിൽ നിന്നും ശരീരത്തിൽ വന്നു ചേർന്ന ഘടകങ്ങളോട് ശരീരത്തിൽ നിന്നും ചിലത് കൂടെ ചേർത്തിട്ട് അതിൽ നിന്നും സ്വീകരിക്കാൻ പാകത്തിൽ പരുവപ്പെടുത്തിയെടുക്കുന്നു. ആ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ നിന്നും നമ്മൾ ശരീരത്തിന് വേണ്ടുന്ന ഘടകങ്ങളെ സ്വാംശീകരിച്ചെടുക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ എക്സ്ട്രാക്ഷൻ, അതിന് കുറെ പ്രോസസ്സുകൾ ഉണ്ട് അവിടെയൊക്കെ. ആ എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിലേക്ക് ആ ബാക്കി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, എക്സ്ട്രാക്ട് ചെയ്തതിൽ നിന്നും ബാക്കി വരുന്നത്, ആ ബാക്കി വരുന്നതിലേക്ക് ശരീരത്തിന്റെ മറ്റു മാലിന്യങ്ങളെയും കൂടെ, ശരീരപ്രവർത്തനത്തിലുണ്ടായ മറ്റു മാലിന്യങ്ങളെയും കൂടെ ചേർത്ത് മലാശയത്തിലേക്ക് തള്ളി പുറം തള്ളുന്നത് വരെയുള്ള ദഹന വ്യവസ്ഥയുടെ അറ്റം കഴിഞ്ഞപ്പുറത്തേക്ക് പോകുന്നുള്ള പരിസരത്തേക്ക് അത് കൊടുക്കുന്നത് വരെയുള്ള ആ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മളിവിടെ ദഹനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദഹനത്തിന്റെ മൊത്തം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത്രയേറെ നീളത്തിൽ ഇത് നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറി, അതോടുകൂടി ഭക്ഷണത്തിന്റെ പ്രോസസ്സ് കഴിഞ്ഞു എന്നുള്ളതല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രം ശ്രദ്ധിക്കാറില്ല, നമ്മൾ വിസർജിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ എവിടെയെല്ലാം കയറി ഇറങ്ങി പോകുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മൾ കഴിക്കുന്നു, വിശപ്പ് മാറുന്നു, അത് കഴിഞ്ഞാൽ അടുത്ത തവണ വിശക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ വിശപ്പ് മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന സമയത്ത് വിസർജന പ്രക്രിയയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, സാംശീകരണ പ്രക്രിയ ശ്രദ്ധിക്കുന്നില്ല. സാംശീകരിക്കുന്നത് ഏത് വഴിയെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം ശ്രദ്ധിച്ചാലേ ദഹനം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കുള്ളൂ. അതേക്കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ സംസാരിക്കാം. അപ്പൊ ഇതില് ഈ ദഹന പ്രക്രിയ കഴിയണമെങ്കിൽ ഈ 3 ഘട്ടങ്ങൾ കഴിയണം. സ്വീകരണം, സ്വാംശീകരണം, ഒഴിവാക്കൽ എന്ന് പറയുന്ന 3 പ്രക്രിയകളും കഴിയണം. അവയിൽ ആദ്യ ഘട്ടങ്ങളിൽ ചെലവാക്കുന്ന ജീവചൈതന്യത്തിന്റെയും സമയത്തിന്റെയും പകുതി വീതമാണ് തുടർന്നുള്ള 2 ഘട്ടങ്ങളും ദഹന വ്യവസ്ഥ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദഹന വ്യവസ്ഥയിലെ സ്വീകരണം എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുക. ഈ സമയം ഉപയോഗിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യമേ സംസാരിച്ചു, ഈ പ്രക്രിയയ്ക്കാണ്, ദഹന പ്രക്രിയയ്ക്കാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജീവചൈതന്യം ഉപയോഗിക്കുന്നത്. ആ ജീവചൈതന്യത്തിന്റെ തന്നെ പകുതി ഊർജം ഉപയോഗിക്കുന്നത് ഈ സ്വീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. സ്വാംശീകരണം അതിന് ശേഷമേ വരുള്ളൂ. അപ്പോ സ്വീകരണ പ്രക്രിയയിലാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെയ്യുന്നത്. അതായത് മൊത്തമുള്ള ജീവചൈതന്യത്തിന്റെ പകുതി അവിടെ ഉപയോഗിക്കും, മൊത്തം വരുന്ന ദഹനത്തിന്റെ പകുതി സമയവും അവിടെ ഉപയോഗിക്കും. ഈ ഒരു പ്രോസസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് പിന്നെ 2ാം ഘട്ടത്തിൽ ഉപയോഗിക്കുക. അത്രയും തന്നെ, അതായത് കാൽഭാഗം, ആദ്യത്തെ പകുതി 1ാം ഘട്ടത്തിൽ കഴിഞ്ഞു, പിന്നെയുള്ള 2ാം പകുതിയിലെ അതിന്റെ പകുതി, അതായത് കാൽഭാഗം എന്ന് പറയുന്നത് 2ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് 3ാം ഘട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നു. ജീവചൈതന്യവും അതെ, സമയവും അതെ. അപ്പൊ ഇങ്ങനെ ഒരു ക്രോണോളജി ശരീരത്തിലുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, ഒരു പുതിയ ഭക്ഷ്യം ശരീരത്തിനകത്തേക്ക് പ്രവഹിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായുള്ള ജീവചൈതന്യത്തിന്റെ ഊർജം ദഹന വ്യവസ്ഥയുടെ ആദ്യഘട്ടം മുതൽ വിനിയോഗിക്കും. ഇപ്പോ നമ്മള് വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാല് വീട്ടിലിരിക്കുന്നവരൊക്കെ അവിടെ ഇരുത്തി വെച്ചിട്ട് നമ്മൾ അതിഥിയെ സ്വീകരിക്കാനാണ് ശ്രമിക്കുക. കാരണം പുതിയതാണ്, നമ്മുടെ ഈ ഒരു സിസ്റ്റവുമായിട്ട് ചേർന്നിട്ടില്ലാത്തതാണ്, സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തതാണ്. അതിനെ ശരീരത്തിന്റെ സിസ്റ്റത്തിനകത്തേക്ക് കിടത്തുമ്പോൾ വരൂ, ഇരിക്കൂ എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ ക്രമീകരണം സംഭവിക്കണമെങ്കിൽ അവിടെ ആദ്യം തന്നെ കുറേയേറെ ഊർജം ചെലവാക്കി നമ്മൾ അതിനുവേണ്ടിയുള്ള പരിവട്ടങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ ശ്രദ്ധിക്കുന്നു, അയാളെ പരിചരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഈ വീട്ടിൽ ഈ മുറിയിൽ കിടന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, നിങ്ങൾ ഇവിടുത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞാൽ അയാളെ അകത്തേക്ക് കയറ്റി വിട്ടുന്ന സമയത്ത് പുതിയൊരു അതിഥി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പുതിയതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. അതുപോലെ തന്നെ ദഹന വ്യവസ്ഥയ്ക്ക് അകത്തേക്ക് ഒരു പുതിയ പക്ഷം കയറി അത് 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 3ാം ഘട്ടം വരെ പോകുന്നു, 3ാം ഘട്ടം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ വീണ്ടും ദഹന വ്യവസ്ഥയുടെ തുടക്കത്തിലേക്ക് ഒരു പുതിയ ഭക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ ജീവചൈതന്യം ഈ 3ാം ഘട്ടത്തിൽ പകുതിയിൽ നിൽക്കുന്ന ആക്ടിവിറ്റിയെ അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് 100% സ്റ്റോപ്പ് ചെയ്യല്ല, മന്ദമാക്കും. വളരെ പെട്ടെന്ന് വളരെ ചെറിയ അളവിലേക്ക് ഊർജ്ജ സപ്ലൈ ചെയ്തുകൊണ്ട് ഊർജത്തെ പ്രധാനമായിട്ടും ഈ 1ാം ഘട്ടത്തിലേക്ക് സ്വീകരണ പ്രക്രിയയിലേക്ക് ഉപയോഗിക്കും. ഈ പുതിയ ഭക്ഷണത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കും.
അപ്പോ പുതിയ ഭക്ഷ്യം ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായുള്ള ജീവചൈതന്യത്തിന്റെ ഊർജം ദഹന വ്യവസ്ഥയുടെ ആദ്യഘട്ടം മുതൽ വിനിയോഗിക്കുകയും തുടർന്നുള്ള ഘട്ടങ്ങൾ മന്ദമാവുകയും ചെയ്യും. നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ദഹന പ്രക്രിയ സമ്പൂർണമാക്കാതെ വീണ്ടും ഭക്ഷണം കഴിച്ചാൽ വിസർജന പ്രക്രിയ മന്ദമാകുകയോ നിന്നു പോവുകയോ ചെയ്യും. നിരന്തരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിസർജന പ്രക്രിയ നടക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളൊക്കെ ടോയ്ലറ്റിൽ പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുട്ടുകുറ്റി പ്രഭാവം നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. പുട്ടുകുറ്റിയുടെ ഇപ്പുറത്തോടെ അമർത്തിയാൽ അപ്പുറത്തോടെ പോകും. ഇപ്പുറത്ത് നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വെളിയിലത്ത് പോകണ്ടേ? അതുകൊണ്ട് ആ പ്രഷർ കൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ പോകും. അപ്പൊ പലരോടും ഈ ആരോഗ്യ കാര്യങ്ങളുമായിട്ട് നമ്മളോട് കൺസൾട്ട് ചെയ്യാൻ വരുന്ന പലരോടും നമ്മൾ ആദ്യമേ ചോദിക്കുന്ന ചോദ്യം, എത്ര തവണ വിസർജനമുണ്ട്? ഒരു നേരം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പറയും. എത്ര തവണ ടോയ്ലറ്റിൽ പോകും? ഒരു പ്രാവശ്യം. അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കും, നിങ്ങൾ എത്ര തവണ ഭക്ഷണം കഴിക്കും? 3 നേരം. അപ്പോ ഈ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു നേരമേ ടോയ്ലറ്റിൽ പോകുന്നുള്ളോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അതിന്റെ ഒരു ക്രമക്കേട് അവർക്ക് മനസ്സിലാവുക. അപ്പോ ഈ 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടം പ്രവർത്തിക്കും, 2-ാം ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടം പ്രവർത്തിക്കും. ഇതിനിടയിൽ 1-ാം ഘട്ടത്തിലേക്ക് വേറെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ മുതൽ പ്രവർത്തനം തുടങ്ങും. ബാക്കിയുള്ളതൊക്കെ വെരി സ്ലോ ആവും. സ്ലോ ആകുന്നുള്ളതല്ല, ഡെഡ്ലി സ്ലോ ആകും. ഈ ഒരു ക്രമമുണ്ടല്ലോ, അതായത് ദഹനത്തിന്റെ ഒരു ക്രമം, ഇതിനെയാണ് ദഹനക്രമ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡൈജസ്റ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത്. ഈ ദഹനക്രമത്തെ നിലനിർത്തുന്ന ശരീരത്തിലാണ് ആരോഗ്യം സുസ്ഥിരമായിരിക്കും. ഈ ക്രമത്തെ കൃത്യമായിട്ട് പാലിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ഈ ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ 3 പ്രോസസ്സിലൂടെ കടന്നു പോയി എന്ന് എൻഷുവർ ചെയ്ത ശേഷമേ അടുത്ത ഭക്ഷണം കൊടുക്കാവൂ. എപ്പോഴും ഇത് സാധ്യമായി കൊള്ളണമെന്നില്ല, പക്ഷെ ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് 2-ാമത്തെ ഘട്ടം കഴിഞ്ഞ് 3-ാമത്തെ ഘട്ടം കഴിഞ്ഞ് ഇത് വെളിയിൽ പോയി ഇനി 1-ാമത്തേതിലേക്ക് കൊടുക്കാം എന്ന തിരിച്ചറിവ് നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം സുസ്ഥിരമായി നിലനിൽക്കും. കാരണം ഈ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ, അതിന്റെ സീക്വൻസ്, അതിന്റെ ക്രോണോളജി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. പരിസര ഘടകപ്രവാഹം എന്നുള്ളത് ആ പ്രവാഹമായി നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പരിസരത്ത് നിന്ന് നമ്മൾ സ്വീകരിച്ച് ഗെയിൻ ചെയ്യുക, നമ്മുടെ ശരീരത്തെ തടിപ്പിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവാഹത്തെ നടത്തുന്നുണ്ടോ അത് നമ്മൾ എൻഷുവർ ചെയ്യണം. അങ്ങനെ എൻഷുവർ ചെയ്യുന്ന ഒരു ദഹന വ്യവസ്ഥയിലാണ് ആരോഗ്യം സുസ്ഥിരമായിരിക്കുക. അതായത് പുതിയ ഭക്ഷ്യം ശരീരവ്യവസ്ഥയിലൂടെ പ്രവഹിച്ച് കഴിയുന്നത് വരെ ഇതര ഭക്ഷ്യങ്ങൾ നൽകാതെ ശ്രദ്ധിക്കുക എന്നതാണ് ആരോഗ്യത്തെ നിലനിർത്താൻ നാം ചെയ്യേണ്ടുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദഹനത്തിന്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ വ്യക്തത വരും. ഇക്കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വരും. പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് ദഹനം എന്നുള്ളത് ഒരു പ്രവാഹമാണ്. ആ പ്രവാഹം സമ്പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീണ്ടും ആ പ്രവാഹത്തെ 1-ാം ഘട്ടത്തിൽ നിന്ന് തുടങ്ങിയാൽ ഇതിനു മുമ്പ് പ്രവഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ബ്ലോക്കായി തീരും. അത് നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും. നാഡീശക്തി ശോഷണത്തിന് കാരണമാകും, ടോക്സീമയ്ക്ക് കാരണമാകും, ശരീരത്തിലുള്ള ഡെപ്പോസിറ്റിന് കാരണമാകും, ഫാറ്റി ആയി തരും. എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻസ് ഇത്രയേറെ ഫാറ്റി ആകുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം കൂടിയാണിത്. നിങ്ങളുടെ ശരീരത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങളുടെ ക്ലോക്കും നിങ്ങളുടെ ഭക്ഷണ സമയവും ഒക്കെ കൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഇത് മുഴുവൻ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അതിലൂടെ നമുക്ക് നാളെ തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.